ഹലോ ഫ്രണ്ട്സ്, ഹൗ ആർ യു? നമുക്ക് പുതിയൊരു വീട്ടിൽ കിടക്കാം. ഇന്ന് ഉണ്ടാക്കുന്നത് പാസ്തയും പ്രോൺസും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോൺസ് വിത്ത് പാസ്ത വിത്ത് പ്രോൺസ്. നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മളൊരു മൾട്ടി ടാസ്കിങ് ആയിരിക്കും നടത്തുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ ബട്ടർ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിടുന്നുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം പതപ്പിച്ചിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പാസ്ത വെള്ളം പതച്ച് തുടങ്ങിയപ്പം പാസ്ത അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് കുറച്ച് ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു വൈറ്റ് സോസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതൊരു ക്രീമി പരുവത്തിലാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, 1 കപ്പ് പാല് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ 1 കപ്പ് പാല് നമ്മൾ ഒരുപാട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് മുന്നേ ഈ ഒരു പരുവമാണ്. നമ്മളൊരു അരച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പാലൊക്കെ ഒഴിക്കേണ്ട ഒരു പരുവെന്ന് പറയുന്നത്. ബട്ടറൊക്കെ റെഡി ആയിട്ടുള്ള ഒരു പരുവം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളത് കുറച്ചായിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ഒരു ക്രീമി വൈറ്റ് സോസ് ക്രീമി പരുവത്തിലാവും. ഇതിനകത്തേക്ക് നമ്മൾ ഒരു നുള്ള് ഫ്ലേക്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സ്പൈസിനെസ് ആവശ്യമുണ്ടെങ്കിൽ സ്പൈസ് ഇട്ടെടുക്കാം. അതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഉപ്പിട്ടെടുക്കാം. പിന്നെ 2 സ്ലൈസ് ചീസിൻ്റെ ഒരു പീസ് ഇട്ടെടുക്കാം. അപ്പോൾ അത് നല്ല തിളച്ച് വരുന്ന സമയത്ത് വൈറ്റ് സോസ് റെഡിയാവും. പിന്നെ അതുകൊണ്ട് നമ്മൾ ചെമ്മീൻ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പാസ്ത നല്ല തിളച്ച് വരുന്നുണ്ട്. പാസ്ത നമുക്ക് ഒരു മിനിമം ഒരു 8 മിനിറ്റ് നമ്മൾ പതിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം ഊറ്റി തണുത്ത വെള്ളം ഒഴിച്ച് അത് ഊറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഒരു ഭാഗത്ത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്യണം. നമ്മളെ പിള്ളേർക്കൊക്കെ വെജിറ്റബിൾസ് തിന്നാൻ മടിയുള്ള പിള്ളേരുണ്ടാവും. അപ്പം ഞാൻ എടുക്കുന്ന രീതിയാണ് പാസ്തയുടെ കൂടെ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും കുറച്ച് കുക്കുംബർ നമ്മുടെ കക്കിരി അരിഞ്ഞതൊക്കെ വെച്ചിട്ട് അതുകൂടെ നമ്മളിതിനകത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് പച്ചക്കറിയും അവരുടെ വയറ്റിലെത്തും. അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട പാസ്തയാവുകയും ചെയ്യും. അപ്പം ചെമ്മീൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെമ്മീൻ ഫ്രൈ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചൊന്ന് ഇപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്യാണ്ട് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ അതിന് മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടു. ഈ ചെമ്മീൻ ഫ്രൈ ചെയ്ത് ആ ഒരു ചെറിയൊരു ബട്ടർ ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ ഈ ചെറിയ വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരു 3 സെക്കൻഡ് നമ്മൾ സോട്ട് ചെയ്തെടുക്കും. ഇത് നമ്മുടെ പാസ്തയിൽ നമ്മൾ കുറച്ച് ഫ്ലേക്സും കുറച്ച് ഉപ്പും സോസൊക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു ക്രീമി പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളിനി പാസ്ത ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് മിക്സ് ആക്കി എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാസ്ത റെഡിയായി. അതിന് മുകളിൽ കുറച്ച് വെജീസും കുറച്ചൊരു ചെമ്മീൻ ഫ്രൈ ആയിട്ട് ഇതേപോലെ നമുക്ക് സെർവ് ചെയ്യാം. ഇതല്ലാതെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇപ്പം പിള്ളേർക്കൊക്കെ നല്ല ക്രീമി പരുവത്തിൽ ഇങ്ങനെ നല്ല ചീസി ആയിട്ട് നല്ല ഇതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയും വേണ്ടവർക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു തിരക്കുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ആക്കാൻ പറ്റുന്നൊരു സാധനമാണ്. നമുക്ക് ചെമ്മീൻ നമ്മൾ മുറിച്ചത് ഫ്രീസറിലുണ്ടെങ്കിൽ നമുക്ക് അത് ജസ്റ്റ് എടുത്ത് ഫ്രൈ ചെയ്ത് കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് പിള്ളേർക്ക് ഒരു പുതിയ ഡിഷൊക്കെ ആയിട്ട്, പുതിയ ഡിഷൊന്നുമല്ല എന്നാലും പലരും ട്രൈ ചെയ്തതായിരിക്കാം മേ ബി, എനിക്കറിയില്ല. ഞാൻ പ്രോൺസ് ഇങ്ങനെ ട്രൈ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം ഇത് ജസ്റ്റ് വെജീസൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വെജീസ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ചെമ്മീൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമുള്ളതായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് അവർക്ക് കൊടുക്കേണ്ട വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അവരുടെ വയറ്റിലെത്തിക്കോളും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.